വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നെടുമങ്ങാട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ നാത്തോനും കൂടി ഇന്ന് നെടുമങ്ങാട് പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഞായറാഴ്ച ഞങ്ങളുടെ ബന്ധുവിൻ്റെ കല്യാണമാണേ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ എൻ്റെ നാത്തോൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാത്തോനല്ലേ, ഇക്കാടെ സഹോദരിയാണ് കേട്ടോ കൂടെ വരുന്നത്. ബസ്സിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറച്ച് സ്ഥലം എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ബസ്സിൽ വന്നാൽ ഞാൻ വുമൻസ് വെഡിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് എൻ്റെ നാത്തോൻ എത്തിയില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ അടുത്തൊരു കടയിലുള്ള ചിക്കൻ ഫ്രൈഡൊക്കെ മണവും പിടിച്ച് അങ്ങ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയ്ക്ക് അകത്തോട്ട് കയറി. പിന്നെ അവിടെയുള്ള ചുരിദാർ അത്രയും ഭാര്യ എങ്ങോട്ട് നിരത്തലായിരുന്നു, അലക്കലോട് അലക്കൽ. ഇത്താക്കാണെങ്കിൽ എത്ര എടുത്താലും ഒരു തൃപ്തി വരത്തില്ല കേട്ടോ, എടുക്കുന്നതും തൃപ്തി വരത്തില്ല, അങ്ങനെ ഒരാളാണ്. പിന്നെ അതാ നമ്മളിവിടെ നല്ല നല്ല കളക്ഷൻ ചുരിദാറുകളൊക്കെ കണ്ടേ. അപ്പം നമുക്ക് പറഞ്ഞിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഈ റെഡ് വൈൻ കളറാണ് കേട്ടോ. പക്ഷേ അതിലുള്ള 1-2 പീസുകളെ കൊള്ളാവും, പക്ഷേ അത് ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അത് എടുക്കാണ്ട് വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഇത്താക്കാണെങ്കിൽ ഈ വെള്ള ഗൗണ് നല്ല ഇഷ്ടമായി. അങ്ങനെ അത് ഇട്ട് നോക്കി കേട്ടോ. ഇട്ടപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു ഇർഫാൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവൻ പറഞ്ഞു ഇത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ പൊന്മാൻ നീല, ഇത് പൊന്മാൻ നീലയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഇത്ര തിളക്കമില്ല, പക്ഷേ നല്ല തിളക്കമുള്ളൊരു ചുരിദാർ ഗൗണാണ്. ഈ പൊന്മാൻ നീലയുടെ റാണി പിങ്കാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ആകെ ആ ചുരിദാർ മാത്രമേ അവിടെ പോയിട്ട് ഇട്ട് നോക്കിയുള്ളൂ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇർഫാന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ അത് മതിയെന്ന് വെച്ച് കേട്ടോ. വേറെ എന്തൊക്കെ എടുത്തിട്ട് എനിക്കൊരു തൃപ്തി വന്നില്ല. ചില സാധനങ്ങൾ നമ്മുടെ കണ്ടിപ്പെട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ ഇത്തായാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സകല സാധനങ്ങളും വാരിയിട്ട് നോക്കി അവസാനം ഒരു റെഡ് സെലക്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ റെഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കല്യാണത്തിനുണ്ടപ്പം കാണിക്കാം കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ദോശയും ചമ്മന്തി രസമൊക്കെ ആയിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിച്ചു.